വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. വൃത്തിയുള്ള അടുക്കളയിൽ നിന്നാണ് വൃത്തിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്നെക്കൊണ്ടാവുന്നത് പോലെ വീട് ഞാൻ വൃത്തിയാക്കിയിടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുട്ടികളുള്ള വീടുകൾ അറിയാലോ, എത്ര വൃത്തിയാക്കിയാലും അത് എത്ര നേരം മര്യാദക്ക് കിടക്കുമെന്ന്. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ അതൊന്നും ചെയ്യില്ല. കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അടുപ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ തുടങ്ങുന്നത്. ഈ സെറാമിക്കിന്റെ പാത്രങ്ങളെല്ലാം ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ്. ചെറിയ പൈസ അന്നുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ് കാണാനായിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വളരെ ബിസി ആയതുകൊണ്ട് ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മാസമെങ്കിലും ആയിട്ടുണ്ട് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്. കൂടുതലും ഞാൻ ഈ ഭാഗത്ത് നിന്നാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഭാഗം തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുന്നത്. വൃത്തിയുള്ള അടുക്കളയിൽ നിന്നല്ലേ പാചകം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അതുപോലെ തന്നെയാണ് ഞാനും. പക്ഷെ ചിലപ്പോഴൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കുട്ടികൾ ചെറുതായതുകൊണ്ടും സാധിക്കാതെ വരാറുമുണ്ട്. ക്ലീനിങ് ചെയ്യുന്നതിനിടയിൽ ഞാനിതാ ലഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്. കറിയൊക്കെ ഇന്നലത്തെ തന്നെ ബാക്കി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ വേറൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് ദിവസങ്ങളായി ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുമായിരുന്നെങ്കിൽ എത്ര നന്നായേനല്ലേ. ഞാനിടയ്ക്ക് അതൊക്കെ ആലോചിക്കാറുണ്ട്. സോറി, അപ്പുറത്ത് നിന്ന് കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഒച്ചെടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് വോയിസ് ഓവർ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്നാലും ഞാനൊരു എന്തോ ഒരു ബോധത്തിൽ ചെയ്തു പോയതാണ്. ഈ ബോട്ടിലുകൾ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വൈറ്റ് ആയിട്ടാണ് മീഷോയിൽ കാണിച്ചിരുന്നതെങ്കിലും വന്നത് ഒരു ഓഫ് വൈറ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അതൊന്ന് സൂക്ഷിക്കണേ. എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ മാറ്റി കൊടുത്തിട്ടില്ല. റിട്ടേൺ കൊടുത്താൽ തിരിച്ച് എനിക്ക് കിട്ടാനുള്ള ടൈം എനിക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ എല്ലാം നടക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ 6 മാസത്തോളം എനിക്ക് നാട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഭാഗം മുഴുവൻ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയൊക്കെ വെക്കുന്ന ഭാഗമാണ് എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ളത്. ഇപ്പോൾ ഇത്രയും സ്പീഡിലിട്ടിട്ട് ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് വീഡിയോ കാണിച്ചു പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണോ എന്നോട് പറയാനുള്ളത് അതൊന്ന് പറയണേ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നത്, എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടമെന്ന് അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ട്രേ ഒന്ന് തുടച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൽ ഓയിലിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഞാനത് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് നനഞ്ഞ തുണിയിട്ട് തുടച്ചിട്ടുണ്ട്. മതിൽ തുടക്കാൻ നോക്കിയപ്പോഴാണ് അവിടെ ഒരുപാട് എണ്ണമയമുള്ളതുപോലെ കണ്ടത്. അതുകൊണ്ട് ഞാനതാ ഒരു നല്ല സ്ക്രബ്ബർ കൊണ്ടിട്ട് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അവിടെ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഈ ചെറിയ 3 ബോട്ടിൽസും ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അതെല്ലാം ഒരുമിച്ചാണ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ എല്ലാ അൺബോക്സിങ് വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ക്ലീനിങ്. റൂമും ഹോളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ട് വേണം എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. എല്ലാം വളരെ പെട്ടെന്നാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നത്. നിസ്കരിച്ചതിന് ശേഷം ഫുഡ് കൊടുക്കട്ടെ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പോയി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുത്തത്. വന്നപ്പോൾ ഞാൻ കുറച്ച് മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലേക്ക് മീനൊക്കെ എടുത്തു വെക്കുമ്പോൾ ബോക്സിലാക്കി എടുത്തു വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കില്ലേ. അതുകൊണ്ട് ഞാൻ ബോക്സിലാക്കാതെ ഫ്രിഡ്ജിലേക്ക് മീൻ എടുത്ത് വെക്കാറില്ല. ഇതിപ്പോൾ രാത്രിയായപ്പോൾ പള്ളിയിലെ ഇമാമ കൊടുത്തു വിട്ടതാണ് ഈ നാരങ്ങയൊക്കെ. ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് തിരിച്ചെടുത്ത് വെക്കലാണ്. അതിൻ്റെ ഇടയിൽ മാങ്ങ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നത് കൊണ്ട് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. കട്ട് ചെയ്തപ്പോൾ ഒരെണ്ണം മോശമായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് നോക്കി. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് മധുരമുള്ള മാങ്ങയിലേക്ക് ഉപ്പും മുളകും ഇട്ടിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുപോലെ അത് ചെയ്തു കൊടുക്കുകയാണ്. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് എനർജി ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കരുത്. നമ്മളെടുക്കുന്ന ജോലികൾക്കിടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് കൂടി ചെയ്താൽ ആ ജോലി സന്തോഷത്തോടെ സമാധാനത്തോടെ ചെയ്യാൻ തോന്നും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. എപ്പോഴും പണി മാത്രമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് മടി തോന്നുന്നത്. ഞാനിപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ടാണ്. പക്ഷെ പണ്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിരുന്നത് അടുക്കളയിലുള്ള സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് ഇറക്കിയിട്ട് അടിച്ച് കഴുകി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ എല്ലാം എടുത്തു വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വല്ലാതെ ടയേർഡായിട്ടൊക്കെ തോന്നാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് എനിക്ക് എന്താണോ പറ്റുന്നത് അത് മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് കുക്കിങ്ങും നടക്കുന്നുണ്ട്, ക്ലീനിങ്ങും നടക്കുന്നുണ്ട്. പെട്ടെന്ന് വയ്യാതായി മതിയെന്ന് തോന്നുമ്പോൾ അതെനിക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി കിടക്കാനും പറ്റുന്നുണ്ട്. ഈ ഫ്രിഡ്ജും ഞാൻ ക്ലീൻ ചെയ്തത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് തേങ്ങ വറുത്തിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചിരിക്കണേണ്. അതാവുമ്പോൾ എനിക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. കുറച്ച് നാൾ ഇത് കേടാവാതെ ഇരിക്കും. ഡോറിൻ്റെ ഭാഗങ്ങൾ കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ബോട്ടിൽസൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കട്ടെ. ഞാൻ ഈ ജാറുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് പ്രിയോറിറ്റി കൊടുത്തതിന് ശേഷം എനിക്ക് കിച്ചണിൽ വരാനും കുക്കിംഗ് ചെയ്യാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ഈ ബോട്ടിൽ ഞാൻ എപ്പോൾ വാങ്ങാൻ നോക്കിയാലും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇത് ചെറിയ റേറ്റ് കൊടുത്തിട്ടാണ് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത്. റേറ്റ് ചെറുതാണെങ്കിലും വലിയ സന്തോഷമാണ് എനിക്കിതിൽ നിന്നുണ്ടാവുന്നത്. റേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ ചെറിയ റേറ്റ് എന്നല്ല. എനിക്കറിയാം 1 രൂപക്ക് 1 രൂപൻ്റെതായ വിലയുണ്ട്. അത് ഞാൻ ബഹുമാനിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഈ ബോട്ടിൽസ് ഒക്കെ വെക്കുന്ന ഭാഗത്ത് ഒരു ടിഷ്യൂ ആണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് പകരം വേറെ ടിഷ്യൂ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെയും ഇത് പെട്ടെന്ന് തന്നെ മോശമാകും. അതുകൊണ്ട് ഞാനിവിടെ ഒരു വാൾപേപ്പർ കട്ട് ചെയ്തിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടുത്തെ അളവൊക്കെ എടുത്തിട്ട് ഇതാ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുപ്പികളൊക്കെ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കട്ടെ. ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിക്കാനായിട്ട് ഇടിയപ്പം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുകളിലത്തെ ഭാഗത്ത് കൂടി എനിക്കിതുപോലെ വെക്കാനുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് വെച്ച് അതാത് സ്ഥാനത്ത് ബോട്ടിൽസ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇക്കാക്കാക്ക് ചോറ് മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിതാ കുറച്ച് ചോറ് എടുത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇടിയപ്പവും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എൻ്റെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിന് ശേഷമാണ് ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് കഴുകിയെടുക്കുന്നത്. ഇതിപ്പോൾ രാത്രിയായപ്പോൾ എൻ്റെ നെയ്ബർ കൊണ്ടുവന്ന് തന്നതാണ്. അവിടുത്തെ മോന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. എൻ്റെ മോളും മോനും വരാൻ വേണ്ടി ഞാനും വെയിറ്റിങ്ങിലാണ്. സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് ക്ലീനിങ് എനിക്ക് ബാക്കിയുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് വേസ്റ്റൊക്കെ ഒന്ന് കളയാൻ പോകണേണ്. ഇപ്പം തന്നെ 1 മണിയായിട്ടുണ്ടാവും രാത്രി. ഇവിടെ പിന്നെ രാത്രിയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും കാക്കയാണ് കൊണ്ട് കളയുന്നത്. ഇപ്പോൾ കാക്കാക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.